ഇന്നത്തെ രാവിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് സൂചിപ്പിക്കാം, ഒന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ ആമീൻ. മുത്തുമുഅ്മിനീങ്ങളെ, ബറാത്ത് രാവ് പഴയ കാലത്തെ വലിയ മഹത്വത്തോടുകൂടെ വലിയ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു രാവാണ് ബറാത്ത് രാവ്. ചില ദിവസങ്ങൾക്ക് ചില മഹത്വങ്ങളുണ്ട്, ചില ശ്രേഷ്ഠതകളുണ്ട്, ചില സ്ഥലങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട്, ചില വ്യക്തികൾക്ക് ശ്രേഷ്ഠതയുണ്ട്, ചില വസ്തുക്കൾക്ക് ശ്രേഷ്ഠതയുണ്ട്. ചിലത് ചിലതിനേക്കാൾ മഹത്വമുള്ളതാണ്. ഇപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് അമ്പിയാക്കന്മാരുടെ ഒക്കെ മേലെയാണ് അഷ്റഫുൽ ഖൽഖായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോന്നും. അതുപോലെ തന്നെ മലക്കുകളുടെ കൂട്ടത്തിൽ വലിയ നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം, ഇങ്ങനെ തുടങ്ങിയ മഹത്തുക്കളായ മലക്കുകൾ. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. ഭൂമി ലോകത്തിൽ ശ്രേഷ്ഠതയുള്ള സ്ഥലങ്ങളാണ് മക്കയും മദീനയും. അങ്ങനെ തുടങ്ങി ഓരോ വസ്തുക്കൾക്ക് ഓരോ സൃഷ്ടികൾക്ക് ഓരോ വസ്തുക്കൾക്ക് വലിയ സ്ഥാനവും വലിയ മഹത്വവുമുണ്ട്. അതുപോലൊരു മഹത്വമുള്ള പരിശുദ്ധമായ ദിവസമാണ് ബറാഅത്തിന്റെ രാവ്. അതായത് ഇന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാലുള്ള രാവ് വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ്. ഈ രാവിൽ മഹാന്മാരായ മലക്കുകള്, അതുപോലെ തന്നെ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ ഒക്കെ വലിയ സന്തോഷിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം അമൽ വർദ്ധിപ്പിച്ചിരുന്ന രാവായിരുന്നു ഈ രാവ് എന്ന് സയ്യിദത്ത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്. ധാരാളം ദുആ ചെയ്യുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീൽ വരെ ചെന്ന് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയും ചെയ്ത പരിശുദ്ധമായ രാവുകളിൽ ഒരു രാവാണ് മഹനീയമായ മുബാറക്കായ വിശുദ്ധ ഖുർആനിൽ ബറക്കത്താക്കപ്പെട്ട രാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന 15ാമത്തെ രാവ്. ഈ രാവിൽ ദുആക്ക് ഉത്തരമുണ്ട്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര ഉത്തരം നൽകിയിട്ടുണ്ടെന്നറിയോ? അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം അല്ലാഹു കൊടുത്തത് ഈ പരിശുദ്ധമായ രാവിലാണ്. ഇതുപോലെ ഒരു മാസം ഹബീബാ നബി തങ്ങളിലേക്ക് കടന്നു വന്നു. വിശുദ്ധമായ ശഅബാൻ 13ന്റെ ദിവസം 13ന്റെ രാവാൻ. ശഅബാൻ 13ന്റെ രാവിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹു എന്റെ ഉമ്മത്തിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുവാനുള്ള അവകാശം നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം നൽകണേ അല്ലാഹ്. ആ സമയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കോടി വരുന്ന ഉമ്മത്തികളിൽ നിന്ന് 1/3 ഒരു ഭാഗത്തിന് ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം കൊടുക്കുകയാണ്. 1/3 ഒരു ഭാഗം ആ ഉമ്മത്തിങ്ങൾ പെട്ടിട്ടുണ്ട്. ഞാന് ആ ഉമ്മത്തിങ്ങൾ പെട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും. എന്നാൽ നമുക്ക് മുഴുവനും ശഫാഅത്തില്ല. 1/3 ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം കൊടുക്കുകയാണ്. പിറ്റേന്ന് ദിവസം വന്നു, ശുദ്ധമായ ശഅബാൻ 14 വന്നു. 14ാമത്തെ രാവിന് വീണ്ടും ഹബീബാ നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, പോരാ റബ്ബേ, 1/3 ഒരു വിഭാഗത്തിന് ശഫാഅത്ത് ചെയ്താൽ എനിക്ക് പോരാ, എന്റെ ഉമ്മത്തിന് മുഴുവനും ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം നൽകണേ അല്ലാഹ്.
അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ ദിവസവും ദുആ ചെയ്തു. കരുണക്കടലായ റബ്ബ് വീണ്ടും അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആക്ക് ഉത്തരം കൊടുക്കുകയാണ്. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ നിന്നുള്ള 2 വിഭാഗം മനുഷ്യന്മാർക്ക്, 2 വിഭാഗം ആളുകൾക്ക്, 2 വിഭാഗത്തിനിക്ക് ഹബീബായ നബിയെ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം തന്നിരിക്കുന്നു യാ ഹബീബല്ലാഹ്. 2 നിങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ നിന്നുള്ള 2 വിഭാഗം എന്ന് പറഞ്ഞാൽ 3/4 ഭാഗത്തോളം ഹബീബായ നബിയെ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം തന്നിരിക്കുന്നു യാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞത് ശഅബാൻ 14ന്റെ രാവിനാണ്. ശഅബാൻ 14ന്റെ രാവ്. സുബ്ഹാനല്ലാഹ്. പിന്നെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ 15ന്റെ രാവ് വരികയാണ്. ശഅബാൻ 15ന്റെ രാവ് വന്നപ്പോൾ ഹബീബായ നബി തങ്ങൾ വീണ്ടും ദുആ ചെയ്യുകയാണ്, യാ അല്ലാഹ്, എന്റെ ഉമ്മത്തിന്റെ 2 ഭാഗം ശഫാഅത്ത് ചെയ്യാൻ മാത്രം പോരാ, മുഴുവനും ശഫാഅത്ത് ചെയ്യാൻ അവകാശം നൽകണേ യാ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണ്. ഹബീബായ നബിയെ നിങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ നിന്നും പൂർണ്ണമായും ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾക്ക് ഉമ്മത്തിന്റെ പൂർണ്ണമായും ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം ഹബീബായ നബി തങ്ങൾക്ക് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ശഅബാൻ എന്റെ മാസമാണെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ രാവിൽ യാസീൻ ഓതുന്നതിന്റെ കൂട്ടത്തില്, സൂറത്തുൽ ദുഖാൻ ഓതുന്ന കൂട്ടത്തിൽ കുറച്ച് ദിക്റുകൾ ഞാൻ പറഞ്ഞു തരാം. ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ഒന്നാമതായി ചൊല്ലേണ്ടത് ഹബീബായ നബി തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, സഹാബ, നാളെ മഹ്ശറ എന്ന കോടതിയിൽ കോടി വരുന്ന മനുഷ്യന്മാരും ജീവജാലങ്ങളും ഒരുമിച്ച് കൂടുന്ന കോടതിയിൽ, സഹാബ, എന്റെ ചാരത്തൊരു കസേരയുണ്ട്, എന്റെ ചാരത്ത് ചില സീറ്റുകളുണ്ട്. ആ സീറ്റിൽ ഇരിക്കുന്നതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് സഹാബത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റബ്ബിന്റെ കഠോരമായ ഹിസാബ് ചെയ്യുന്ന കോടതി, മഹ്ശറ എന്ന കോടതി ഉണ്ടല്ലോ, ആ കോടതിയിൽ എന്റെ തൊട്ടു ചാരത്ത് കുറച്ച് സീറ്റുകളുണ്ട്. ആർക്കാണ് ആ സീറ്റുകൾ എന്നറിയോ? എന്റെ മേൽ ആരാണോ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നത് അവർക്ക് വേണ്ടിയായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ബറാത്തിന്റെ രാവിൽ ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാൻ കഴിയണം. ഇന്നത്തെ രാവിൽ ഒരു 100 സ്വലാത്ത്. ആ സീറ്റ് നമുക്കും വേണം, ആ സീറ്റ് നമുക്കും വേണം. റബ്ബിനോട് ദുആ ചെയ്യണം, അല്ലാഹു ആ സീറ്റ് ഞങ്ങൾക്ക് ഒരുക്കി തരണം അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിരിക്കാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അവരുടെ സ്ഥാനം എന്റെ അരികിലാണ്, അവരുടെ സീറ്റ് എന്റെ ചാരത്താണ്, അവരെന്നോടൊപ്പമായിരിക്കും, ഞാൻ അവർക്കാണ് ആദ്യം ശഫാഅത്ത് ചെയ്യുക എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് വരിപ്പിക്കണം. ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ 10 പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ഉമ്മമാരെ, ഉപ്പമാരെ, ഞാനിപ്പോ
ഒരു സ്വലാത്താണ് ചൊല്ലിയത്, നമ്മളിപ്പം ഒരു സ്വലാത്താണ് ചൊല്ലിയത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് 10 പാപങ്ങളെയാണ് അല്ലാഹു കരിച്ചു കളഞ്ഞത്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമില്ലാതെ ജീവിതത്തിൽ ചെയ്തുപോയ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ 10 പാപങ്ങളെയാണ് കരിച്ചു കളയുന്നത്. പോരാത്തിയിരുന്നില്ല, 10ഓളം പദവിയിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാത്തിയിരുന്നില്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 10 നന്മകൾ ചെയ്ത സവാബ് അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ അർദ്ധരാത്രിയിൽ ഉമ്മമാര് കിടന്നുറങ്ങുമ്പോൾ, പ്രിയപ്പെട്ട ഭർത്താവ് കിടന്നുറങ്ങുമ്പോൾ, പ്രിയപ്പെട്ട ഭാര്യ കിടന്നുറങ്ങുമ്പോൾ, പ്രിയപ്പെട്ട മക്കൾ കിടന്നുറങ്ങുമ്പോ എഴുന്നേറ്റിരുന്ന് സ്വലാത്തിനെ പെരുപ്പിച്ചോ, സ്വലാത്ത് പെരുപ്പിച്ചോ. മുത്തുനബി തങ്ങൾക്ക് ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാനുള്ള മുഴുവൻ അവകാശവും കൊടുത്ത മഹനീയമായ രാവാണ് ഇന്നത്തെ രാവ്. ഉറങ്ങാൻ നിൽക്കണ്ട, ഉറങ്ങാൻ നിൽക്കണ്ട, ധാരാളം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. എന്ന സ്വലാത്തിന് 100 തവണയെങ്കിലും ചൊല്ലാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിമിയ സ്വലാത്ത് 100 തവണ, 100 തവണ, 100 തവണ, 100 തവണ ഇന്നത്തെ രാത്രിയിൽ ചൊല്ലാൻ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് കഴിയണം. മറന്നു പോകരുത്. ഇന്നത്തെ രാത്രി ഭർത്താവിനോട് പറയണം, മിക്ക 5 മണിയാകുമ്പോ വീട്ടിലേക്ക് കയറണം, മിക്ക സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം, എല്ലാം റെഡിയാക്കണം. 5 മണിയോടുകൂടെ അങ്ങാടി വിടാൻ വേണ്ടി പറയണം. മക്കളോട് പറയണം, 5 മണിയുടെ മുമ്പ് വീട്ടിലേക്ക് എത്തണം. ഇതുമ്മയുടെ ആഗ്രഹമാണ്, ഇതുമ്മയുടെ ഒരു അഭിലാഷമാണ്. അടുത്ത കൊല്ലം ഈ ഉമ്മച്ചി ഉണ്ടാകുമോ എന്നറിയില്ല മക്കളെ. ഉമ്മച്ചിയുടെ മക്കളോട് സ്നേഹത്തോടെ പറയുകയാണ്, മക്കളെ 5 മണിയുടെ മുമ്പാ എന്റെ വീട്ടിലേക്ക് വരണം. എന്നിട്ട് അവരെ കുളിപ്പിച്ച് മാറ്റി ഒരുക്കി പള്ളിയിൽ കൊണ്ടുപോയി ജമാഅത്തിന് കൊണ്ടുപോകണം. ജമാഅത്തിന് പറഞ്ഞേക്കണം അവരെ. എന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞാൽ അവരെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയണം. എന്നിട്ട് വിശുദ്ധമായ സൂറത്തു യാസീൻ പാരായണം ചെയ്യണം. ഇന്നത്തെ രാത്രിയിൽ മറന്നു പോകരുത് സൂറത്തു യാസീൻ. ഉമ്മമാരെ മറന്നു പോകരുത്. സൂറത്തു യാസീൻ ഓതാൻ മറന്നു പോകരുത്. 3 തവണയാണ് യാസീൻ ഓതേണ്ടത്. ഒന്നാമത്തെ യാസീൻ വിശുദ്ധമായ ഈമാൻ ശക്തിപ്പെടാനുള്ള യാസീനാണ്. എന്റെ ഈമാൻ ശക്തിപ്പെടുത്തി തരണം, എന്റെ ഈമാൻ ശക്തിപ്പെടുത്തി തരണം. അവസാനം ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആഖിബത്ത് നന്നാവണം അല്ലാഹ് എന്ന നിയ്യത്തോടുകൂടെയായിരിക്കണം ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത്. എനിക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം കുറഞ്ഞു പോകരുത്, മലക്കുകളിലുള്ള വിശ്വാസം കുറഞ്ഞു പോകരുത്, അംബിയാ മുർസലീങ്ങളിലുള്ള വിശ്വാസം കുറഞ്ഞു പോകരുത്, എനിക്ക് ആഖിറത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോകരുത്, സ്വർഗത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസം കുറഞ്ഞു പോകരുത്, നരകത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസം കുറഞ്ഞു പോകരുത്. ഈമാൻ അല്പം പോലും കുറഞ്ഞു പോകരുത്. ഈമാൻ അല്പം പോലും കുറഞ്ഞു പോകാതെ ജീവിച്ച് അവസാന ശ്വാസം വലിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ ആത്മാവിനെ പിടിച്ച് വലിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തെത്തുമ്പോ അഗർഗറെന്ന ശബ്ദം വരുമല്ലോ.
മരിക്കുന്ന സമയത്തില് മരണമാസന്നമായവരുടെ അരികിൽ ചെന്ന് നിന്നാൽ കേൾക്കാൻ കഴിയും എന്നുള്ള ശബ്ദം. അതൊരിക്കലും കഫം കൊല്ലിയിൽ തട്ടിയിട്ടുള്ള ശബ്ദമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ആത്മാവിനെ പിടിച്ചു വലിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തെത്തുമ്പോ ആ തൊണ്ടക്കുഴിയുടെ ഭാഗത്തിൽ നിന്ന് മാനാകുന്ന അസ്റാഗീലു അലൈഹിസ്സലാത്തു വസ്സലാം ആത്മാവിനെ പിടിച്ചു പറിച്ചെടുക്കുകയാണ്. പഴകിയ വസ്ത്രം മുള്ളിൽ കുടുങ്ങിയാൽ ആ കുടുങ്ങിയ മുള്ളിൽ നിന്ന് എങ്ങനെയാണോ വസ്ത്രത്തിനെ നാം പടപ്പിച്ചെടുക്കുന്നത്, അതുപോലെ തൊണ്ടക്കുഴിയിൽ നിന്ന് ആത്മാവിനെ പടപ്പിച്ചെടുക്കുന്ന സമയമാണ് ആ സമയം. ആ സമയത്തിൽ ഉറക്കനെ പറയാൻ കഴിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറയാൻ കഴിയണം. അല്ലാഹ് ഇതിനു വേണ്ടിയായിരിക്കണം ഒന്നാമത്തെ യാസീൻ ഉമ്മ. അതിനു വേണ്ടിയാവണം ഒന്നാമത്തെ യാസീൻ. ഈമാൻ ആഖിബത്ത് നന്നാവാൻ, ലോകത്തിൽ നിന്ന് മരിച്ചു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് സന്തോഷത്തോടുകൂടെ മരിക്കാൻ രണ്ടാമത്തെ യാസീൻ എന്തിനാവണം? രണ്ടാമത്തെ യാസീൻ ആയുസ് നീളമാവാനാവണം. ആയുസ് നീളമാവാൻ ഒരു പെട്ടെന്ന് മരിച്ചു പോകരുത്. എത്ര ആളുകളാണ് പെടുന്നനെ മരിച്ചു പോകുന്നത്. എത്ര ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോടുകൂടെ ഉണ്ടായെന്ന പലരും ഇന്നാരടി മണ്ണിലല്ലയോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പലരും ഇന്നാരടി മണ്ണിലല്ലയോ? എന്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട്, മരിച്ചുപോയി, പാവം സഹോദരൻ മരിച്ചുപോയി. അങ്ങനെ എത്ര ആളുകളാണ് കഴിഞ്ഞ വർഷം നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന പലരും ഇന്നാരടി മണ്ണിലല്ലയോ? അല്ലാഹ് ആയുസ്സിനെ നീട്ടിത്തരണം, ആയുസ്സിനെ നീളമാവാനായിരിക്കണം രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തെ യാസീൻ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ എന്ന് പറഞ്ഞ ബാക്കി ഒക്കെ അതിൽ പെട്ടു. ആയുസ്സിൽ വിശാലത ലഭിക്കാൻ എന്ന് പറഞ്ഞതിൽ പെട്ടു. എന്തൊക്കെ രോഗം സുഖപ്പെടാൻ, ആഫിയത്തുണ്ടാവാൻ ഒക്കെ അതിൽ പെട്ടു. മനസ്സിലായില്ലേ? കണ്ണിന്റെ കാഴ്ച നിലനിൽക്കണം, കേൾവി ശക്തി നിലനിൽക്കണം, അതൊക്കെ ഇതിൽപ്പെട്ട് അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് യാസീനോദുക. അതൊക്കെ യാസീനോദുന്നതിന് മുമ്പ് അതൊക്കെ മനസ്സിൽ കൊണ്ടുവരിക. എന്റെ രോഗം മാറണം, തലവേദന ഉള്ളവര് തലവേദന മാറണം, കണ്ണിന് കാഴ്ച ഇല്ലാത്തവരുടെ കാഴ്ച ശക്തി ഉണ്ടാവണം, കേൾവി ശക്തി ഇല്ലാത്തവർക്ക് കേൾവി ശക്തി ഉണ്ടാവണം, ഉള്ളവർക്ക് അത് നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. ആയുസ് നീളമാകുക എന്ന് പറഞ്ഞിട്ട് തൊക്കപ്പെടും. അതുപോലെ തന്നെ ശബ്ദത്തിനൊരു ഇടർച്ച വരാൻ പാടില്ല. പല്ലിന് അസുഖം മാറണം, തൊണ്ടവേദന മാറണം, ഹാർട്ടിന് അസുഖം മാറണം, വാൾവിന് അസുഖം മാറണം, ലെൻസിന് തകരാറുണ്ടാവരുത്, കൈകാലുകൾക്ക് അവയവങ്ങൾക്ക് ബലം നഷ്ടപ്പെട്ടു പോകരുത്, ഒരു കുഴച്ചിലോ തളർച്ചയോ ഉണ്ടാവാൻ പാടില്ല. എത്ര ആളുകളാണ് തളർന്നു വീണുപോയത്, എത്ര ആളുകൾ തളർന്നു വീണുപോയിട്ടുണ്ട്. എത്ര ആളുകൾ കിടക്കുന്ന കിടപ്പായിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ വിഷമിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വീഡിയോ കോൾ ചെയ്തു, പരിപാടി സ്ഥലത്ത് വെച്ചുകൊണ്ട്. എനിക്കല്ല, എൻ്റെ ഒരു സുഹൃത്തിന് വീഡിയോ കോൾ ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തന്നു. അയാൾ വീണിട്ട് അയാൾ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. പഠിച്ചോനെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്, ആ ചെറുപ്പക്കാരന്റെ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ തന്നെ എന്റെ കൂട്ടുകാരനാണ് കായലത്തുള്ള ഒരു സഹോദരൻ, എന്തോ എന്റെ പേര് സിദ്ദീഖോ എന്തോന്നാണ്, കാലത്തുള്ള കായലത്തുള്ള നാസർ എന്ന് പറയപ്പെടുന്ന സഹോദരൻ. ഞങ്ങളൊപ്പം സ്കൂളിൽ പഠിച്ചവനാണ്. നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്ന കുട്ടി, നല്ല ബുദ്ധിയുള്ള സഹോദരനായിരുന്നവൻ. എപ്പോഴും മാഷുമാര് പരീക്ഷയിൽ 1ാം സ്ഥാനം അവനിക്കായിരുന്നു. നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ പ്രാരാബ്ദം കൊണ്ട് സ്കൂൾ നിർത്തിപ്പോയതാണ്. 4ാം സഹോദരൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന്റെ ഇടയിലല്ലയോ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ആ സഹോദരൻ നിന്ന് കിടപ്പിലാണ്. പടച്ചവനെ, പാപം ആ ചെറുപ്പക്കാരന്റെ അസുഖം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ബർക്കത്തുകൊണ്ട് എന്റെ സുഹൃത്തിന്റെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. വീണ്ടും രോഗങ്ങളൊക്കെ മാറി നല്ലതുപോലെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിച്ച് സന്തോഷത്തോടുകൂടെ കഴിയാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ എത്ര പേരാണ്
ഉമ്മമാരെ, അങ്ങനെ എത്ര പേരാണ് ഉപ്പമാരെ പെടുന്നനെ കടന്നുപോയത്. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ആയുസ്സിൽ വിശാലത നൽകണേ അല്ലാ. ഇതിനായിരിക്കണം രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തെ യാസീൻ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാൻ. ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒക്കതിൽപ്പെട്ടു. ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ പോയി യാചിക്കേണ്ട ഗതികേടുണ്ടാവരുത്. എത്ര പേരങ്ങനെയുണ്ട്. യാചിക്കുന്ന ആളുകൾ മോശക്കാരാണെന്നല്ല, അങ്ങനെ ഉണ്ടല്ലോ. യാചിക്കുന്ന ആളുകൾ മോശക്കാരാണെന്നോ, അല്ലെങ്കിൽ അവരൊരു നിന്ദന്മാരാണോ, അല്ലെങ്കിൽ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കിയവരാണോ? അല്ല. അവരെന്തിനാണ് അങ്ങനെ അല്ലാഹു അങ്ങനെ ആക്കി മാറ്റിയത്, ഫക്കീറന്മാരാക്കി മാറ്റിയത്? നമുക്ക് പഠിക്കാനാണ്. എടാ വലിയുദ്ദീനെ, നിന്റെ കയ്യിൽ ഇത്രത്തോളം രൂപ ഞാൻ തന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും നീ കരുതണ്ട, നിന്റെ കയ്യിൽ എന്നെന്നും നിലനിൽക്കുമെന്ന്. അങ്ങനെയുള്ള ഫക്കീറന്മാർ കണ്ടില്ലേ അങ്ങാടികളിൽ, വീടുകളിൽ യാചിച്ചുകൊണ്ട് നടക്കുന്ന എത്ര ഫക്കീറന്മാരുണ്ട്. അതുപോലെ നിന്നെയും ആക്കാൻ എനിക്കൊരു മിനിറ്റിന്റെയോ ഒരു സെക്കൻഡിന്റെയോ ആവശ്യം ഇല്ല. ശരിക്ക് ശ്രദ്ധിച്ചോളണ്ടി. മനസ്സിലായില്ലേ? ഇന്നലെ ഞാൻ ഒരു വീഡിയോ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒരു സഹോദരൻ നായകളും പൂച്ചകളൊക്കെ തിന്നുന്ന വേസ്റ്റ് പാത്രത്തിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് ആ മനുഷ്യൻ ആ വേസ്റ്റ് പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ് ആ സഹോദരൻ അല്ലാഹു അങ്ങനാക്കിയത്? ആ സഹോദരൻ ജീവിതത്തിൽ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, ആ സഹോദരൻ തമ്മാടിത്തരം ചെയ്തതുകൊണ്ടല്ല. നാളെ ആഖിറ ലോകത്ത് അവരൊക്കെ വലിയ സ്ഥാനത്തിന്റെ ഉടമകളായിരിക്കും. അതൊക്കെ എനിക്കും നിങ്ങൾക്കും പഠിക്കാനുള്ളതാണ്. എടാ, നല്ല മനോഹരമായ വീട്ടിന്റെ ഉള്ളിൽ നല്ല പ്ലേറ്റിൽ നല്ല ഭക്ഷണം കൊണ്ടുപോയി വെച്ചിരുന്ന് ആ ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യ, എനിക്ക് നിന്നെ അതുപോലെ ആക്കാൻ ഒരു മിനിറ്റിന്റെയോ ഒരു സെക്കൻഡിന്റെയോ ആവശ്യം ഇല്ല. അഹങ്കരിക്കണ്ട, അഹങ്കാരം വേണ്ട. മനസ്സിലായില്ലേ? ഇതൊക്കെ പടച്ചോനറിയാ, റബ്ബിനറിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. അതുപോലെ തന്നെ രോഗം വന്നുപോയാൽ അവസ്ഥ എന്താണ്? എത്ര പേർക്കാണ് മധുരം കഴിക്കാൻ കഴിയാത്തത്? ഷുഗർ കാരണമായി മധുരം കഴിക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട്. അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഇറച്ചി കഴിക്കാത്ത എത്ര പേരുണ്ട്. ഫാറ്റ് ലിവറിന്റെ വിഷയം പറഞ്ഞ് പൊരിച്ചത് കഴിക്കാത്ത എത്ര പേരുണ്ട്. അങ്ങനെയൊക്കെ അവരാക്കിയത് എന്തിനാണ് അവരങ്ങനാക്കിയത്? അവരെന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടാണോ, തമ്മാടിത്തരം ചെയ്തുകൊണ്ടാണോ? അല്ല. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഒരു പാഠമാക്കി തരികയാണ്. എടാ, എനിക്ക് നിന്നെയും അതുപോലെ ആക്കാൻ കഴിയും. അങ്ങനെ ആക്കാൻ എനിക്ക് മണിക്കൂറോ മിനിറ്റുകളോ സെക്കൻഡുകളോ ആവശ്യം ഇല്ല. അറിയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയൊന്നും ഒരു വിഷമം എനിക്ക് വരരുത്. എന്റെ ഭക്ഷണത്തിൽ എനിക്ക് വിശാലത തരണം അല്ലാഹ്. എന്റെ ഭാര്യ, എന്റെ കൂട്ടുകുടുംബങ്ങള്, എന്റെ മക്കൾ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ യാസീൻ സൂറത്തിന് മൂന്നാമതായി പാരായണം ചെയ്യണം. ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, ആഖിബത്ത് നന്നാവാൻ. രണ്ട്, ആയുസ് നീളമാവാൻ. മൂന്നാമത്തത് ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ. ഇനി കഴിച്ച ഭക്ഷണം കൊണ്ട് എന്താവണം? നിസ്കരിക്കാൻ കഴിയണം, ഖുർആൻ ഓതാൻ കഴിയണം. ഭയങ്കര ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണത്തിൽ വിശാലതൊക്കെ ഉണ്ടായി അങ്ങനെ മലനട്ടി കിടക്കുകയാണെങ്കിലും ആ ഭക്ഷണത്തിന് എന്തുവാ ഒരു വർക്കത്തുമില്ലല്ലോ, വെറുതെ ഇങ്ങനെ കിടക്കാന്നല്ലാതെ. ഭക്ഷണം കഴിച്ച ആ ഭക്ഷണം കൊണ്ട് ഇബാദത്ത് ചെയ്യാനൊക്കെ കഴിയണം. അതിനുവേണ്ടി ആവണം ഒരു യാസീൻ. അതുപോലെ തന്നെ ഈ 3 യാസീൻ കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധമായ സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്യണം. വല്ലാത്ത മഹത്വമാണ്, വലിയ ഫളിലാണ്, വലിയ ശ്രദ്ധയുള്ള മഹത്വമുള്ള സൂറത്താണ് വിശുദ്ധമായ സൂറത്തുൽ ദുഖാൻ. ഇന്നത്തെ രാത്രിയിൽ ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇതെല്ലാം. യാസീനോദനം ആദ്യം മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിനുശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അവ്വാബി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പരിശുദ്ധമായ യാസീൻ എടുത്തോന്നാൻ തുടങ്ങണം. മനസ്സിലായില്ലേ? ഇന്നത്തെ ദിവസം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ പാടനെ യാസീൻ ഓതാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ?
അതായത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അങ്ങോട്ട് ഓതി തീർക്കണല്ലോ എന്ന് കരുതി ഇശാ മഗ്‌രിബിനെ തുടങ്ങിയാൽ മതി. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ചെയ്യണം. അതായത് മഗ്‌രിബ് നിസ്കരിക്കണം, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണം, അവ്വാബി നിസ്കാരം ഒക്കെ നിസ്കരിക്കണം. നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ ഇന്നത്തെ ദിവസം ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് പോയാൽ ചക്കരച്ചോറൊക്കെ ഉണ്ടാക്കിക്കോളൂ. ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാക്കണ്ടാവണമല്ലോ. ചക്കര ചോറുണ്ടാക്കുന്നത് നല്ലതാണ്. നല്ല നല്ല ഫുഡ് നല്ല അതൊക്കെ ഉണ്ടാക്കുക. അതൊക്കെ എപ്പോ മഗ്‌രിബിന്റെ മുമ്പേ ഉണ്ടാക്കി വെക്കണം. മഗ്‌രിബിന്റെ മുമ്പേ ഉണ്ടാക്കി വെക്കണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ബറാത്തിന്റെ രാവാണല്ലോ എന്ന് കരുതിയിട്ട് അടുക്കളയിൽ നിൽക്കാൻ പാടില്ല. മനസ്സിലല്ലേ? ഇനി അടുക്കളയിൽ നിൽക്കുന്ന വലിയ തെറ്റുമല്ല. കേട്ടില്ലേ? അടുക്കള എന്ന് ചോദിച്ചിട്ട് വലിയ തെറ്റുമല്ല. എന്നാലും അടുക്കളയിൽ ഒക്കെ ഒരു ആത്മാർത്ഥത ലഭിക്കാൻ കാരണമല്ലോ. മഗ്‌രിബിന്റെ മുമ്പ് ഒരു 5-6 മണിയാകുമ്പോഴത്തേക്ക് ഭക്ഷണങ്ങളൊക്കെ ഫുഡുകളൊക്കെ റെഡിയാക്കി അൽഹംദുലില്ലാഹ് സന്തോഷത്തിൽ എന്ത് രസം ഉണ്ടാവുന്നറിയോ? ഇപ്പൊ തന്നെ ഈ മജ്‌ലിസ് കഴിഞ്ഞ ഉടനെ തന്നെ അടുക്കളപ്പണികളൊക്കെ വേമ്പേ നടക്കുക, അടിച്ചു വാരുക, മുറ്റമടിക്കുക, തുടക്കുക, എല്ലാം വൃത്തിയാക്കി റെഡിയാക്കി ഫിറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ പുതിയാപ്പളോട് പറയാം 5 മണിക്കൊണ്ട് വന്നോളേണ്ടി ചായ കിട്ടണമെന്നുണ്ട്, വേഗം വന്നോളേണ്ടി എല്ലാവരും വിളിച്ച് വരുത്തി ചായയൊക്കെ കൊടുത്ത് അപ്പോഴത്തേക്ക് ഇശാ കഴിഞ്ഞാലുള്ള ഭക്ഷണം ഫുഡ്, അത് ചോറാണെങ്കിൽ ചോറ്, കറിയാണെങ്കിൽ കറി. ഇനി അതുപോലെ തന്നെ ഈ ബറാത്തിനാമിന് ചില ആളുകളെ ചക്കര ചോറൊക്കെ വെച്ചോ ഒക്കെ 5-5:30 മണിയാകുമ്പോൾ മഗ്‌രിബിന്റെ ഇടയിൽ വേണ്ട, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വേണ്ട. ചില ആളുകൾ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. ഇശാ മഗ്‌രിബിന് ചക്കര ചോറ് ബറാഅത്തോ ബർക്കത്തോ തങ്ങളെ പള്ളിക്ക് സുന്നത്തോ അങ്ങനെ ഒന്നുമില്ല. അതായത് മഗ്‌രിബിന് ഒക്കെ കഴിഞ്ഞ് കുറച്ച് തസ്ബീഹൊക്കെ ചൊല്ലി എന്ത് രസം ഉണ്ടാവും അറിയോ? ഒരു 100 വട്ടമെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. സുബ്ഹാന ഈ ദിക്റിനെ 100 തവണ പാരായണം ചെയ്യുക. 100 തവണ ചെല്ല്. എന്ത് മട്ടുണ്ടാവും മുത്തുമിനികളെ. മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുമ്പോൾ ആണുങ്ങളൊക്കെ പള്ളിക്ക് പറഞ്ഞേക്ക ജമാഅത്തിന്. പെണ്ണുങ്ങളെ വീട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് നിസ്കരിക്കുക. പെണ്ണുങ്ങൾക്കും ജമാഅത്ത് സുന്നത്തുണ്ടല്ലോ, ശക്തിയുള്ള സുന്നത്തില്ല, എന്നാലും ജമാഅത്ത് സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഒഴിവാക്കിയാൽ ഖറാഅത്തില്ല. സ്ത്രീകൾക്ക് ജമാഅത്ത് ഒഴിവാക്കിയാൽ ഖറാഅത്തില്ല. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെയല്ല, ജമാഅത്ത് ഒഴിവാക്കൽ ഖറാഅത്താണ്. കാരണം ജമാഅത്ത് ശക്തിയുള്ള സുന്നത്താണ് ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾ സുന്നത്ത് ജമാഅത്തൊക്കെ നിസ്കരിച്ച് അപ്പോഴത്തേക്ക് ആണുങ്ങളൊക്കെ വരും. ആണുങ്ങളൊക്കെ വന്ന് ഡൈനിങ് ഹാളിൽ മനോഹരമായ ഒരു പായക്കിട്ട് കുത്തിരിക്കുക. ഖിബലക്കുന്ന എന്ത് രസമുണ്ടാവും. ആ മക്കൾ എങ്ങനെ പിന്നെ കേടുക? ചെറിയ കുഞ്ഞു മക്കളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും ഇരുത്തുക. അപ്പൊ മക്കൾ ചോദിക്കും, എന്താ അമ്മ അന്നത്തെ പരിപാടി, ഇന്ന് എന്താണ്, എന്താ അമ്മച്ചിക്ക് പറ്റിപ്പോയത്, എന്താ അപ്പച്ചിക്ക് പറ്റിപ്പോയത്? ഓരോടൊക്കെ പറയണം, മോനെ ഇന്ന് ബറാത്തിന്റെ ദിവസമാണ്. ഇന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസമാണ്. മുബാറക്കായ ബർക്കത്തുള്ള പരിശുദ്ധമായ ദിവസങ്ങളുടെ കൂട്ടത്തിലൊരു ദിവസമാണ്. നമ്മുടെ മുത്തുനബി തങ്ങളിലെ മദീന തന്തി ഉറങ്ങുന്ന ഹബീബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമുക്കൊക്കെ ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം അല്ലാഹു കൊടുത്ത ദിവസമാണ്. മോനെ മോളെ എന്നവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാ അങ്ങനെ ഇരിക്കുന്നത്. എന്താ അമ്മ ചെയ്യേണ്ടത്? മുസ്ഹഫ് എടുത്താണ് യാസീൻ ഓതുക. 1, 2, 3 യാസീൻ ഓതി സൂറത്തു ദുഹാൻ ചൊല്ലി. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അതിനുശേഷം പരിശുദ്ധമായ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നുള്ള ദിക്റിനെ 100 തവണയും പാരായണം ചെയ്യണം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നുള്ള ദിക്റിനെ 100 തവണയും പാരായണം ചെയ്തോ. സല്ലല്ലാഹു അലാ سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على
سيدنا محمد صلى الله عليه وسلم يا حي يا قيوم برحمتك استغيث എന്നുള്ള ദിക്റിനെ എത്ര തവണ? 100 തവണ ചൊല്ലണം. അതിനുശേഷം പരിശുദ്ധമായ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്നുള്ള പരിശുദ്ധമായ ദിക്റിനെ 70 തവണയും ചൊല്ലിക്കോ. ഇൻഷാല്ലാഹ് അതൊക്കെ ഗ്രൂപ്പിൽ ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും. ഇൻഷാല്ലാഹ് അല്ലേ, ഗ്രൂപ്പിൽ അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അല്ലാഹു എന്നെ സ്വീകരിക്കണേ. അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് രാവിലെ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ, പടച്ചവനെ നീ ഹലീമാണ് അല്ലാഹുവേ. ലാ ത്വാഖത ലനാ ലാ ത്വാഖത ലനാ ലാ ത്വാഖത ലനാ. പടച്ചവനെ ഞങ്ങളെ ഖബർ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ മഹാന്മാരാകുന്ന മുൻകറും നക്കീർ അലൈഹിസ്സലാം ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വന്നാൽ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് ഞങ്ങൾ അടിക്കും. അവിടെ പാമ്പുകളുണ്ട്, തേളുകളുണ്ട്, ഖബറിന്റെ ഇടുക്കങ്ങളുണ്ട്, ഖബറിൽ വലിയ വലിയ അഗ്നിഗോളങ്ങളുണ്ട്, വലിയ വലിയ അദാബുകളുണ്ട്. ലാ ത്വാഖത ലനാ, അതൊന്നും സഹിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല അല്ലാഹ്. നാളെ മഹ്ശറ എന്ന കോടതിയിൽ ഒരു ചാണകല സൂര്യൻ ഉദിക്കുന്നതാണ്, വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കളിക്കുന്നതാണ്. ഇപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സൂര്യന്റെ താപം പോലും ഏൽക്കാൻ കഴിയാത്തവരാ ഞങ്ങൾ. നാളെ മഹ്ശറിൽ ആ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താപമേൽക്കാൻ ലാ ത്വാഖത ലനാ, ഞങ്ങൾക്ക് കഴിയൂല റബ്ബേ, ഞങ്ങൾക്കാവതില്ല അല്ലാഹ്. കത്തിജ്വലിക്കുന്ന നരകലോകമുണ്ടല്ലോ, വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലിനെയും കത്തിക്കപ്പെടുന്ന നരകലോകം. പടച്ച തമ്പുരാനെ ആ നരകലോകത്തിലേക്ക് മനുഷ്യന്മാർ എറിയപ്പെട്ടു കഴിഞ്ഞാൽ വലിയ വലിയ അദാബുകളും വലിയ വലിയ ശിക്ഷകളുമാണല്ലോ. അഗ്നിഗോളങ്ങൾ, അഗ്നി കൂടാരങ്ങൾ. പടച്ച റബ്ബേ കഴിയൂല അല്ലാഹ്. ലാ ത്വാഖത ലനാ, അതിനൊന്നും ഞങ്ങൾക്ക് കഴിയുകയില്ല അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരം കൊണ്ട് താങ്ങാൻ പറ്റുകയില്ല അല്ലാഹ്. ഈ ഭൂമി ലോകത്തിൽ ഒരു വിളക്കിന്റെ മുകളിൽ കൈവച്ചു പോയാൽ, അതല്ലെങ്കിൽ ഒരു ചൂടുള്ള പാത്രത്തിൽ ഞങ്ങളെ കൈ തട്ടിപ്പോയാൽ എത്ര ദിവസമാണ് ഞങ്ങൾ വിഷമത്തോടുകൂടി ഇരിക്കുന്നത്. കഴിയൂല അല്ലാഹ്, നരകത്തിന്റെ അഗ്നി കഴിയൂല. ലാ ത്വാഖത ലനാ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുകയില്ല അല്ലാഹ്. അതുകൊണ്ട് ഫഅഫു അന്നാ, ഞങ്ങൾക്കെല്ലാം പുറത്തു തരണേ അല്ലാഹ്. രസമുണ്ടാവും. അർത്ഥം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പറയണം, അർത്ഥം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പറയണം. ഞങ്ങൾക്ക് പുറത്തു നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്. ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിന്റെ റഹ്മത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് കഴിയൂല അല്ലാഹ്, ഞങ്ങൾക്ക് താക്കത്തില്ല അല്ലാഹ്, ഞങ്ങൾക്ക് ആവതില്ല അല്ലാഹ്, ഞങ്ങൾക്ക് കഴിയുകയില്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതാ നോക്കൂ,